ശ്രീരാജ്, നമുക്കറിയാം UAE അടക്കമുള്ള രാജ്യങ്ങൾ, സൗദിയിലും ആക്രമണം ഉണ്ടായിരിക്കുന്നു, ബഹ്റൈനിൽ നേരത്തെ ആക്രമണം ഉണ്ടായി, ഇപ്പോൾ കുവൈറ്റിലടക്കം സൈറണുകൾ, അപായ സൈറണുകൾ മുഴങ്ങിയ സാഹചര്യം. UAE അടക്കമുള്ള രാജ്യങ്ങൾ ആശങ്കയിലാണ്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, പ്രവാസികൾ ഭൂരിഭാഗവും ഗൾഫ് മേഖലയിലാണ് ഉള്ളത്, ആശങ്കയിലാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഘർഷം പടരുന്ന സാഹചര്യം, നിലവിലെ സാഹചര്യം എന്താണ് ശ്രീരാജ്? അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. തുടരെ ആക്രമണം ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബഹ്റൈനിലെ സംബന്ധിച്ചിടത്തോളം ബഹ്റൈനിലെ താമസ കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഇടത്തേക്കാണ് ആക്രമണം ഉണ്ടായെന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്നത്. UAE സംബന്ധിച്ചിടത്തോളം UAE അബുദാബിയിലാണ് ആക്രമണം ഉണ്ടായത്. ഒരു മിസൈൽ പതിച്ച് അതിന്റെ അവശിഷ്ടങ്ങൾ തെറിച്ച ഒരു ഏഷ്യൻ വംശജൻ മരിച്ചതായി സ്ഥിരീകരിക്കുന്നുണ്ട്. ദുബായിലും സ്ഫോടന ശബ്ദം കേട്ടതായി ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല. ഇത് കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യോമപാതകൾ ഏതാണ്ട് എല്ലാം തന്നെ പൂർണ്ണമായും അടച്ച സ്ഥിതിയാണ് നിലവിലുള്ളത്. UAE നേരത്തെ താൽക്കാലികമായി വ്യോമപാത അടയ്ക്കുന്നു, സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് പൂർണ്ണമായും വ്യോമപാത അടച്ചിട്ടുണ്ട്. എന്തായാലും അത് യാത്രക്കാരുടെ, പ്രവാസികളുടെ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. നിലവിലെ ഇന്ത്യൻ എംബസിയും ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റും ഇവിടെയുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അധികൃതർ നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും പാലിക്കണം. അതുപോലെ തന്നെ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ മാത്രമേ ഫോളോ ചെയ്യാവൂ. സ്ഥിരീകരിക്കാത്ത അഭ്യൂഹങ്ങളിലൊന്നും ചെന്ന് വീഴരുത് എന്ന രീതിയിലുള്ള നിർദ്ദേശം UAE അധികൃതരും നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കോൺസുലേറ്റും നൽകുന്ന വിവരങ്ങൾ സുരക്ഷിതരായിരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത്. UAE അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള താമസക്കാർക്കും അതുപോലെ തന്നെ സ്വദേശികളോടും സുരക്ഷിതരായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായി പുറത്തിറങ്ങരുത്, യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ UAE സംബന്ധിച്ചിടത്തോളം UAE രാജ്യത്തിന് നേരെയുള്ള ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കും. ഇത് ഈ രാജ്യത്തിന്റെ ഒരു പ്രതിരോധ സംവിധാനത്തിന് നേരെയുള്ള, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വയം ഭരണ അധികാരത്തിന് നേരെയുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ എമ്പാടും എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. വിമാന യാത്രകളെയും കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് പൂർണ്ണമായ രീതിയിൽ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ വ്യോമപാത അടച്ചിട്ടുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അശ്വതി, ശ്രീരാജ് സൂചിപ്പിച്ച പോലെ തന്നെ UAE-യിൽ അല്ലെങ്കിൽ അബുദാബിയിൽ ഒരു മരണം എന്നത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം. ഇപ്പോൾ ശ്രീരാജും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഇതിനു മുൻപേയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കൊന്നും ബാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവിടേക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടാകുന്നത് എന്നത് എടുത്തു പറയണം. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിൽ ആശങ്ക പടരുന്നു എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൂചനകൾ, അല്ലെങ്കിൽ ഈ ബഹ്റൈനിലടക്കം ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായതുകൊണ്ട് തന്നെ. തീർച്ചയായിട്ടും അശ്വതി, തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ എന്നാൽ കൂടുതൽ ഈ പ്രശ്നങ്ങൾ അധികം മുന്നോട്ട് പോകാതെ അവസാനിക്കുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ മാത്രമേ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തായാലും സ്ഥിതിഗതികൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളും അവരുടെ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഇറാന്റെ ആക്രമണത്തെ എല്ലാം ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നും എല്ലാ ഗൾഫ് രാജ്യങ്ങളും നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. അബുദാബിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിസൈലിൽ നിന്നുണ്ടായ അവശിഷ്ടങ്ങൾ വീണ ഒരു ആള് മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ദുബായിയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരീകരിക്കുന്ന വിവരങ്ങളല്ല, സ്ഫോടന ശബ്ദം കേട്ടതായുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കാവുന്ന ഒരു സാഹചര്യത്തിലല്ല നിലവിലുള്ളത്. എന്തായാലും ശരി പറഞ്ഞതുപോലെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ കടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പുണ്യമാസമാണ്, റമദാൻ മാസമാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഒക്കെ ആയിട്ട് മുഴുകിയിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ള ഒരു നിർഭാഗ്യ
നിർഭാഗ്യകരമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നും അല്ലെങ്കിൽ കൂടുതൽ ഇത് മുന്നോട്ട് പോകാതെ കൂടുതൽ സംഘർഷഭരിതമാവാത്ത രീതിയിൽ ഇത് അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. അശ്വതി.